എടാ ദിസ് ഇസ് ഇതിൻ. എടാ ഞാൻ അർജുൻ്റെ ലേറ്റസ്റ്റ് പടമായിട്ടുള്ള ബ്ലാസ്റ്റ് കണ്ടു. ആദ്യമേ തന്നെ പറയുകയാണ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, സോ ആ രീതിക്ക് എടുക്കുക. സത്യം പറഞ്ഞാൽ ഈ പടം കാണണമെന്ന് എൻ്റെ പ്ലാനിങ്ങിലേ ഇല്ലായിരുന്നു. ഓക്കെ, ഓൾറെഡി ഈ മാസത്തെ തിയേറ്ററിക്കൽ വാച്ച് എല്ലാം കഴിഞ്ഞു. അപ്പം ഈ പടം വന്നു, അത്യാവശ്യം നല്ല നല്ല അഭിപ്രായങ്ങൾ കേട്ടെങ്കിലും ഇതെൻ്റെ പ്ലാനിങ്ങിലൊന്നുമില്ല. ഞാൻ എന്നിട്ട് വിചാരിച്ചു ലൈക്ക് ഒ ടി ടി വന്നിട്ട് കാണാമെന്നുള്ള രീതിയിലൊക്കെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത്, ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയതുപോലെ പെട്ടെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് അതുപോലെ ഇതും പോയി കണ്ടു. ലൈക്ക് രാത്രി 11:15 ഷോ ആയിരുന്നു ഇവിടെ ഏരീസ് പ്ലസിൽ. സോ കമ്മിങ് ടു പടത്തിലോട്ട് വരണമെങ്കിൽ കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ ഞാനിത് പോയി കണ്ടില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നെ എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ഒ ടി ടിയിൽ വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നിരുന്നെങ്കിൽ മോനെ നടക്കൂല. കിടില സാധനം എന്ന് പറഞ്ഞാൽ പക്ക പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബട്ടർഫ്ലൈ എഫക്റ്റ് പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ എവിടെ നിന്നോ ഒരു ചിത്രശലഭത്തിൻ്റെ ഒരു ചെറുകടി എവിടെ ഒരു ഭൂകമ്പത്തിന് വഴിയൊരുക്കും എന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടിയാണിത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ മോനെ കിടിലം, പീക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സംഭവം. ആ ഒരു സംഭവത്തിൽ ഓരോന്നിങ്ങനെ കണക്ട് ചെയ്ത് പോയി ഈ ലീഡ് ക്യാരക്ടേഴ്സിലോട്ട് പോവുകയാണ്. ഈ ലീഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു കരാട്ടെ കുടുംബം, നന്മ നിറഞ്ഞ ഒരു കരാട്ടെ കുടുംബം, അനീതിയെ തട്ടിക്കേക്കുന്ന അങ്ങനത്തെ ഒരിത്. സോ ഇതൊക്കെ ട്രെയിലറിൽ തന്നെ ഉള്ളതാണ്. അങ്ങനത്തെ ആ ഒരു എൻവയോൺമെൻറ്റിലോട്ട് ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെന്നെത്തുന്നതും എല്ലാമൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ വന്ന് നിൽക്കുന്നത്. പക്ഷേ മോനെ കിടിലം. ഇപ്പം കമ്മിങ് ടു ഇടിയിലോട്ട് കേസ് വന്നെങ്കിൽ കാട്ടാളനിൽ പ്രതീക്ഷിച്ചത് ഈ ഇടിയാണ്. ഈ ഇടി പോയിട്ട് നമുക്കാണ് ഇടി കിട്ടി വന്നതുപോലത്തെ ആ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇതിൽ കിടില ആക്ഷൻ കൊറിയോഗ്രാഫൊക്കെ വിഷയം. എല്ലാവരും ഒന്നിനൊന്ന് കിടിലം. ഇപ്പം അർജുനായാലും പ്രീതി മുകുന്ദനായാലും അഭിരാമി ആയാലും പുള്ളിക്കാരൻ്റെ, അതായത് ഈ അഭിരാമിയിലെ അനിയനായിട്ട് ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ആള് പടത്തിലെ വിവേക് പ്രസന്ന എന്തോആണ് പുള്ളിക്കാരൻ്റെ പേര്. അങ്ങേരെ കരിയറിൽ ഇതുപോലൊരു കയ്യടി കിട്ടിയ ഒരു പടം വേറെ കാണൂല. പുള്ളിക്കാരൻ വേറെ പടത്തിലൊക്കെ ഉണ്ട്. ഇപ്പം വിക്രം വേദയിലുണ്ട്, പിന്നെ സൂര്യ പോട്ടിലൊക്കെ സൂര്യാണൻ്റെ കൂട്ടുകാരനായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ ആശാന് കിട്ടിയ കയ്യടി മോനെ കിടിയ സാധനം. അതുപോലെ തന്നെ ഞാൻ ഇരുന്ന ആ ഒരു ഓഡിയൻസും കൊള്ളാം. കുറേ പിള്ളേർ സെറ്റ് ടീമുകളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കയ്യടി, കൂക്കി വിളി, ബഹളം എല്ലാം വിഷയം. പിന്നെ രവി ബസ് എന്നാൽ നിങ്ങൾക്ക് ട്രാക്ക് മാറ്റി പിടിക്കാൻ അറിയാമെന്നുള്ളത് ഇതുകൊണ്ട് മനസ്സിലായി. കാരണം കാട്ടാളം കണ്ടപ്പോഴും അയ്യോ ചെവി തല കേൾക്കാൻ പറ്റില്ല, നിന്നാ ബീജിയം, തിരിഞ്ഞാൽ ബീജിയം, ഇല അനങ്ങിയ ബീജിയം, ആന തിരിഞ്ഞ ബീജിയം, എന്ന് വെച്ചാൽ എല്ലാം ആ ഒരു KGF ടെംപ്ലേറ്റ് പോലത്തെ സാധനം. പക്ഷെ ഇവിടെ കിടിലം. പ്രത്യേകിച്ച് ഇൻ്റർവെല്ലിലും അല്ലാതെ ഒരു വീണ വച്ചുള്ള ഒരു പരിപാടിയുണ്ട്. മോനെ വിഷയ സാധനം. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല ചെവുക്കൻ ഇടിയും കൂടെ കിട്ടുമ്പം നമുക്കത് ഫീലാവും, ആ ലെവലിലുള്ള സാധനങ്ങൾ. പക്ഷെ എന്നിരുന്നാൽ പോലും പാളിച്ചകളുണ്ട്. ഇപ്പം ലൈക്ക് എന്താ പറയുക, ഇപ്പം കമ്മിങ് ടു അവിടെ ആയിട്ട് കുറച്ച് മേക്കപ്പ്, പിന്നെ ചില ക്യാരക്ടേഴ്സിൻ്റെ ഒരു എൻഡിങ് വരുമ്പോൾ ഉള്ള ഒരിത്, പിന്നെ എന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഗ്രാമവും കാണിച്ച് അവിടെ ഒരു പാട്ട് എന്ന് വെച്ചാൽ ലൈക്ക് അതൊക്കെ കുറച്ച് ഗ്രാഫ് ഇടിഞ്ഞ പോലെ എനിക്ക് തോന്നി. അത് മാത്രമല്ല പേഴ്സണലി ഫസ്റ്റ് ഹാഫിൽ നിന്ന് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഒരു പൊടിക്ക് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ എന്നിരുന്നാലും സ്റ്റിൽ മൊത്തത്തിൽ എഴുത്ത് മുമ്പ് കിടില സാധനം എന്ന് വെച്ചാൽ ഈവൻ സെക്കൻഡ് ഹാഫ് ആണെന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് കുറേ ആക്ഷൻ പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ലൈക്ക് അവർ നോട്ടീസ് ചെയ്ത് അത് വെച്ച് ആ ഇൻസിഡൻറ്റ് കയറി പോകുന്നു എന്നുള്ള ഒരു ഇതാണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പീക്ക് എഴുത്ത്. അത് മാത്രമല്ല ഇതിൻ്റെ പുള്ളിക്കാരൻ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രദീപ് രംഗനാഥൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. മോനെ കിടിലം സാധനം എന്ന് വെച്ചാൽ ഫസ്റ്റ് പടം തന്നെ ഡെബ്യൂ പടമാണ്. പക്ഷെ കിടിലം സാധനം. പിന്നെ ഒരു നെഗറ്റീവ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ലൈക്ക് ഇപ്പം വയലൻസ് പോലെ കൈ വെട്ടല്, തല വെട്ടല്, അതൊക്കെ ഉണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ കാണിക്കാനുള്ളതായിരുന്നു. ലൈക്ക് ഒരുമാതിരി ബ്ലർ ചെയ്ത് എനിക്കത് കണ്ടപ്പോൾ വരെ വിടാമുയർച്ചയൊക്കെയാണ് ഓർമ്മ വന്നത്. അതും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. വയലൻസ് കാണിക്കണമെങ്കിൽ ആ രീതിക്ക് കാണിക്കണം. പിന്നെ ഇതിലൊരു പർട്ടിക്കുലർ ഒരു സീനുണ്ട്, അത് നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ബ്ലർ ചെയ്ത് തന്നെ കാണിക്കുമെന്ന് അത് ഉറപ്പാണ്. അത് അങ്ങനെ കാണിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോവും. സോ അത് വിട്ടിട്ട് ആ ഒരു ബ്ലറിങ് ഒന്നും എനിക്ക് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല പടം ലൈക്ക് പിന്നെ ആ ഒരു ഇടി എന്ന് വെച്ചാൽ ഈ കമ്മിങ് ടു അർജുൻ്റെ പെർഫോമൻസ് പറഞ്ഞാൽ അങ്ങനെ 10-60 വയസ്സുണ്ട്. എന്തൊരു ഓറയാണ്, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ചവിട്ടെന്നൊക്കെ പറഞ്ഞ് നല്ല കിട്ടും. ആ ലെവൽ സാധനം ചെവുക്കനെ കിട്ടും. എന്ന് വെച്ചാൽ എല്ലാവരും എന്ന് വെച്ചാൽ ആ ഒരു അടി എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് അവരവരുടെ രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ നല്ല വൃത്തിക്ക് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ
കമ്മിങ് ടു ഈ പറഞ്ഞതുപോലെ എനിക്ക് ഒരു ഓപ്പൺ എൻഡ് കൊടുത്ത പോലെയാണ് പടം നിർത്തിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വല്ലതും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലൈക്ക് പറഞ്ഞില്ലേ, അടുത്ത എൻഡിങ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, എന്തായിരിക്കും എന്നുള്ള രീതിയിൽ എൻഡിങ് ഒക്കെ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻസിഡൻസ് കയറി ഇറങ്ങി പോവുക എന്നൊക്കെ പറയണത് അത് കൊള്ളാം. അതാണ് എനിക്ക് വർക്കായത്, ആ ഒരു രീതി. പിന്നെ ഈ പറഞ്ഞതുപോലെ ലൈക്ക് പിന്നെ ഈ വില്ലന്മാരായാലും എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പവർഫുൾ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ തോന്നി. പക്ഷെ എന്നിരുന്നാലും ലൈക്ക് ഓവറോൾ കിടിലമാണ്. പിന്നെ എന്താ പറഞ്ഞാൽ ഇത് ഒട്ടും ഒരു ഹൈപ്പ് ഇല്ലാതെ വന്നൊരു സാധനമായിരുന്നു. സത്യം പറഞ്ഞാൽ ആക്ഷൻ കിങ് അർജുൻ എന്നുള്ള പേരിൽ ഞാൻ പണ്ട് മങ്കാത്ത ഇറങ്ങിയ ടൈമിലാണ്, പക്ഷെ അപ്പോഴും അങ്ങനത്തെ ഒരു ടൈറ്റിൽ കാർഡൊന്നും ഇല്ലായിരുന്നു. ആ ഒരു പേരുമായിട്ട് നീതി പുലർത്തി ഇങ്ങേരെ ഒരു ലീഡായിട്ട് പറഞ്ഞ ഒരു പടം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ പോയി കാണുന്നത്. ഞാൻ പോയി കണ്ടതിന് ഞാൻ 100% എനിക്ക് വെർത്താണ്. ഈവൻ ആ പാളിച്ചകൾ മാറ്റി നിർത്തിയാൽ പോലും ഞാൻ 100% ഞാൻ വെർത്താണ്. പറയാനാണെങ്കിൽ ഇനിയും ഉണ്ട് കാര്യങ്ങൾ. പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി ആ ഒരു ട്രാക്കിലോട്ട് കയറി കൊള്ളാം. ലൈക്ക് ആ കഴിവതെന്ന് വെച്ചാൽ ഇത് പോയി കാണണമെങ്കിൽ നല്ലൊരു കിടിഞ്ഞ തിയേറ്ററിൽ പോയി കാണാം. ആൻഡ് ദ മോസ്റ്റ് പ്രോബ്ലം ഈസ് എന്ന് പറഞ്ഞാൽ ഇത് ലിമിറ്റഡ് സ്ക്രീൻസിലാണെന്നുള്ളതാണ്. ഇനി സ്ക്രീൻ എണ്ണം കൂട്ടി അത്രയും നല്ല. കാരണം എന്ന് വെച്ചാൽ ഞാനിരുന്ന ഷോ ഹൗസ്ഫുൾ ആയിരുന്നു. കാരണം ഉണ്ട്, അതിനനുസരിച്ച് കാണാനുള്ളതുണ്ട്, വന്നിരുന്ന് കാണാനുള്ളതുണ്ട്. സോ ഏകദേശം ഞാൻ എല്ലാം കവറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ കഴിവതും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഒരു കിടിലൻ തിയേറ്ററിക്കൽ മെറ്റീരിയലാണ്. പ്രത്യേകിച്ച് ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക്, ഞാൻ അതുകൊണ്ടാണ് പോയത്. എനിക്ക് ആക്ഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ആ ജോണർ എന്ന് വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് പോയതിന് എനിക്ക് കിട്ടി. പ്രീതി മുകുന്ദനൊക്കെ എന്ന് വെച്ചാൽ അവരെ കിടിലം, അഭിരാമി അല്ലെങ്കിൽ അവരെ ക്യാരക്ടറൊക്കെ സെറ്റ്. ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ രീതിയിൽ ആക്ഷനൊക്കെ നല്ല കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രീതി മുകുന്ദനെ അറ്റ് ദ സെയിം ടൈം ആ ക്യൂട്ട്നെസ്സും വെച്ചിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞാൽ നല്ല ചെറുക്കൻ അടിയും കിട്ടും. സോ അതാണ് പറഞ്ഞത്, എല്ലാവരും അവരവരുടെ രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ അതിലൊരു പോലീസിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ലൈക്ക് ഒരു മെയിൻ SIO അങ്ങനെ ആ ഒരു ക്യാരക്ടർ, ലൈക്ക് ആശാനും ഒരു മാസ് കാണിക്കാനുള്ള സീനുണ്ട്. അതാണ് പറഞ്ഞത്, എല്ലാ ക്യാരക്ടർക്കും ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്, കുറച്ച് ഡൗട്ടുകൾ വരും. പിന്നെ ഇങ്ങനത്തെ പടങ്ങളിൽ ലോജിക്ക് നോക്കരുത് എന്നാണ്. പക്ഷെ എന്നിരുന്നാലും അതാണ്, ഒരു ഓപ്പണന്റ് കൊടുത്ത് നിർത്തിയോണ്ട് ഇതിന് ഇനി ബാക്കി വല്ലതും ഉണ്ടോ? കാരണം ക്വസ്റ്റ്യൻസ് ഇനിയും ബാക്കിയുണ്ട്, എന്ത് എങ്ങനെ ഏത് രീതിയിലെന്നൊക്കെ ഉള്ളത് നോക്കാം എന്തെന്നുള്ളത്. പക്ഷേ ഇതെന്തായാലും മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ബ്ലാസ്റ്റ്.